അപ്പോൾ ഇപ്പോൾ വന്നതേ ഒരു ചെറിയ കാര്യം പറയാനാണ്. അഖിൽ മാരാറിൻ്റെ കേസ് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു 6 hours മുമ്പ് ഒരു ലൈവ് വന്നിരുന്നു. സംഭവം ക്ലോസ് ചെയ്തു. അതോറിറ്റി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ എന്നായാലും അതിൻ്റെ അതോറിറ്റി സൈഡിൽ നിന്ന് ആക്ഷൻ പോയിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷം ആക്ഷൻ പോയിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരു പെൺകുട്ടി എന്ന രീതിയിൽ ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഇപ്പോൾ തുടങ്ങിയതാണ്. എനിക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, ഇത്ര പേര് ഇത് കേൾക്കുന്നുള്ളൂ എന്നും എനിക്കറിയാം. ബട്ട് അങ്ങനെയാണെങ്കിലും ഒരു പെൺകുട്ടി എന്ന രീതിയിൽ ഞാൻ പറയാണ് വളരെയധികം സന്തോഷം. കാരണം അതിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും. എത്രയൊക്കെ പറഞ്ഞാലും അതൊരു റിയാലിറ്റി ഷോയാണ്. അപ്പോൾ ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഒരു പെൺകുട്ടി എന്ന രീതിയിൽ മാറി നിൽക്കേണ്ടി വരും എന്നുള്ളൊരവസ്ഥ, അത് ഭയങ്കര അവസ്ഥയാണ്. അത് ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടത്. എത്രയൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും ഫിലിം ഫീൽഡായാലും അതുപോലെ സീരിയൽ ഫീൽഡായാലും അല്ലാത്ത ഇങ്ങനെ റിയാലിറ്റി ഷോസ് നമ്മൾ കുറേ ഇങ്ങനെ കേൾക്കുന്നതാണ്. അപ്പോൾ ഉണ്ടാവാതിരിക്കാൻ നമ്മളിതിനൊന്നും പോകാത്തതുകൊണ്ട് നമുക്കറിയുന്നില്ല. എനിവേ ഇങ്ങനെ ഉണ്ടെന്ന് അവരനുഭവിച്ച കഥകൾ 2 പെൺകുട്ടികൾ വന്ന് പറഞ്ഞു. പേരൊന്നും റിവീൽ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അറിയുന്ന കേസാണ്. പിന്നെ റിനോഷിൻ്റെയും അഖിൽ മാരാറിൻ്റെയും കേസ്, അത് അവരുടെ കേസാണ്. അതിന് നമുക്ക് അങ്ങനെ വിടാം. നമ്മുടെ മുൻപിലുള്ള വിഷയം എന്ന് പറയുന്നത് പെൺകുട്ടികളെ യൂസ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. അതൊരു പെൺകുട്ടി എന്ന രീതിയിൽ അതിനെതിരെ പ്രതികരിക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം. ആൻഡ് നമ്മളിപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ വളർത്തുമ്പോൾ പ്രതികരണശേഷി ഉള്ളവരായി തന്നെ വളർത്തുക. പ്രതികരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരുമോ, ആസിഡ് ഒഴിക്കുമോ, അങ്ങനെ ചെയ്യുമോ ഇങ്ങനെ ചെയ്യുമോ, ഇൻഡസ്ട്രിയിൽ നിന്ന് മാറ്റി നിർത്തുമോ, അതൊന്നും ഒരു വിഷയമല്ല. പ്രതികരിക്കുക, തെറ്റിനെതിരെ പ്രതികരിക്കാൻ പഠിപ്പിക്കുക. ഓക്കെ, നമുക്കൊക്കെ അറിയുന്ന കേസാണ്. നമ്മൾ കുഞ്ഞിലായിരിക്കുമ്പോൾ തന്നെ സ്കൂളിലേക്കൊക്കെ ബസ്സിൽ പോകുന്ന സമയത്ത് നമ്മൾക്കെതിരെ ബസ്സിലൊക്കെ വെച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് പെൺകുട്ടികളെ സംബന്ധിച്ച് നമുക്ക് സ്കൂളിൽ നിന്ന് കുറേ അവയർനെസ് കിട്ടും. നമ്മൾ സൂചിയൊക്കെ കൊണ്ടാ പോവുക, പ്രതികരിക്കും, ഓൺ ദ സ്പോട്ട് പ്രതികരിക്കും. എന്താണെന്ന് വെച്ചാൽ എന്താടാന്ന് ചോദിക്കാനുള്ള ഒരു പ്രതികരണ ശേഷി പെൺകുട്ടികൾക്ക് വേണം. അത് അച്ചടക്കം വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അത് ഈ അച്ചടക്കം ഇല്ലാത്തവരാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പറയുക, ഇങ്ങനെ തർക്കുത്തരം പറയുന്ന കേസല്ല. നമ്മൾക്കെതിരെ വരുന്ന നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളിലെതിരെ പ്രതികരിക്കുക, അല്ലെങ്കിൽ ഒരു അബ്യൂസിനെതിരെ പ്രതികരിക്കുക. നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് റിവീൽ ആവുമല്ലോ, നമ്മുടെ പേര് റിവീൽ ആവുമല്ലോ, നാണക്കേടല്ലേ, ഇങ്ങനെ ഒന്നും പഠിപ്പിക്കരുത് കുട്ടികളെ. ഓക്കെ, പ്രതികരണശേഷി ഇല്ലാത്തവരായിട്ട് മാറുകയാണ് അവർ ചെയ്യുക. നമ്മളെപ്പോഴും തെറ്റിനെതിരെ പ്രതികരിക്കാനാണ് പഠിപ്പിക്കേണ്ടത്. അങ്ങനെ ഓരോ വീട്ടിലെ ഓരോ കുട്ടിയും പ്രതികരിച്ച് നോക്കൂ, ഈ ജനസമൂഹം തന്നെ പ്രതികരിക്കും. അപ്പം നമ്മൾ ഈ ചെറുപ്പം തൊട്ടേ പഠിക്കുന്ന പോലെ എല്ലാം വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത്, വീട്ടിൽ നിന്നാണ് എല്ലാം ആരംഭിക്കേണ്ടത്. അപ്പം നമ്മുടെ കുട്ടികളെ അതിനും കൂടെ നമ്മൾ പഠിപ്പിക്കുക. പെൺകുട്ടികളെ മാത്രം എന്നില്ല, ഇപ്പം ആൺകുട്ടികൾക്കെതിരെ കുറേ അബ്യൂസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏത് കുട്ടികളായാലും, ആൺകുട്ടികളെയും പെൺകുട്ടികളെ ഏത് കുട്ടികളായാലും നമ്മൾ എന്ത് ചെയ്യുക, അവരെ അങ്ങനെ പ്രതികരിക്കാൻ ശീലമുള്ളവരായിട്ട് വളർത്താൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ വിഷയം ഇപ്പോൾ ഇവിടെ എന്തായാലും ക്ലോസ് ചെയ്തു. അഖിൽ മാരാർ തന്നെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇനി പിന്നെ അതിനെപ്പറ്റി ഇനിയിപ്പോൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. വേറെ കോണ്ടന്റും കാര്യങ്ങളൊക്കെ നമുക്ക് പോവാം. പിന്നെ അതുപോലെ തന്നെ അതോറിറ്റിയുടെ സൈഡിൽ നിന്ന്, ഏഷ്യാനെറ്റിൻ്റെ സൈഡിൽ നിന്ന്, ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൻ്റെ സൈഡിൽ നിന്നൊക്കെ അതിനുള്ള ആക്ഷൻ ഉണ്ടായി എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. കാരണം ഏറ്റവും ജനപ്രീതി നേടിയിട്ടുള്ള ഒരു ചാനലാണ്, എത്ര ഇതുകൾ പറഞ്ഞാലും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നതാണ്. അപ്പോൾ ജനങ്ങളുടെ കൂടെ നിൽക്കാൻ എപ്പോഴും ഏതൊരു ചാനലും ശ്രമിച്ചു കൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ടും വളർന്നോളും. അപ്പോൾ അങ്ങനെ ചെയ്തതിൽ ആക്ഷൻ എടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരു പെൺകുട്ടി എന്ന രീതിയിൽ വളരെയധികം സന്തോഷം.